ഫലസ്തീൻ പെലെ എന്നറിയപ്പെടുന്ന സുലൈമാൻ ഉബൈദി എന്ന 41-കാരനായ വലിയ ഫുട്ബോൾ ചാമ്പ്യൻ ഇന്നലെ ഫലസ്തീനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് കൊല ചെയ്തതെന്നറിയുമോ? ഗസയിലെ ഭക്ഷണ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഇസ്രയേൽ കാബാലികരുടെ ആക്രമണത്തിൽ ആ മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു പോയത്. ഫലസ്തീൻ ദേശീയ ടീമിൻ്റെയും ഫുട്ബോൾ ലീഗിൻ്റെയും നട്ടെല്ലായിരുന്നു അൽ ഉബൈദ് എന്ന് പറയുന്ന 41 വയസ്സുകാരൻ. ഗാസ ട്രിപ്പിളിൽ ജനിച്ച് പതിറ്റാണ്ടുകളായിരുന്ന ഇസ്രയേൽ അധിനിവേശത്തോട് പൊരുതിയാണ് ഉബൈദ് രാജ്യത്തിന്റെ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മാറിയത്. അന്താരാഷ്ട്ര കരിയറിൽ 100-ലധികം ഗോളുകൾ നേടിയ ഉബൈദ് ഫുട്ബോൾ കളത്തിൽ മാന്ത്രിക പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെയാണ് അയാൾ ഫലസ്തീനിലെ പെലെയായി മാറിയത്. ഉബൈദിനെ അനുസ്മരിച്ചുകൊണ്ട് ഫലസ്തീൻ യൂത്ത്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ സ്നേഹിതന്മാർ എഴുതിയത് ഇങ്ങനെയാണ്: സുലൈമാൻ അൽ ഉബൈദിന് സ്തുതി. ഫലസ്തീൻ ജനതയുടെ വിമോചന വേളയിൽ നമുക്കെല്ലാം അദ്ദേഹത്തിനെ ഓർമ്മിക്കാം. ഈ ഒരു മനുഷ്യൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഫലസ്തീനിൽ കൊല്ലപ്പെട്ടത് ഒരു ഫുട്ബോൾ താരമാണോ എന്ന്. അല്ല, നമുക്ക് അത് ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുകൂടി ഒന്ന് നോക്കാം. ദി ലയൺ എന്നറിയപ്പെടുന്ന ഫലസ്തീൻ ദേശീയ ഫുട്ബോൾ താരം മുഹമ്മദ് ബറാക്കത്തിനെ ഇസ്രായേൽ കൊന്നത് 2024 മാർച്ച് 11 100 ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരമായിരുന്നു ബറാക്കത്ത്. റമദാൻ മാസം ആദ്യ ദിനം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബറാക്കത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു തകർന്നടിഞ്ഞ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയത്. അതേ വർഷം തന്നെ ജനുവരി ഫലസ്തീനിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരവും ദേശീയ ടീം കോച്ചുമായിരുന്ന ഹനി അൽ ബദാറിനെയും ഇസ്രായേൽ കൊന്നു. 2023 ദേശീയ ഫുട്ബോൾ താരമായിരുന്ന റാഷിദ് ടാബറിനെയും കുടുംബത്തെയും കൊന്നു. 2024 ജനുവരിയിൽ ഫുട്ബോൾ താരവും അത്ലറ്റുമായിരുന്ന ആദ്യമായി ഫലസ്തീൻ ഒളിമ്പിക് ദീപശിഖേന്തിയ മജീദ് അബു മറാഹിലിനെയും ഇസ്രയേൽ കൊന്നു. 2023 ഒക്ടോബർ മുതൽ ഫുട്ബോൾ കായികരും പരിശീലകരുമായ 422-ലധികം ആളുകളെ ഗസയിൽ ഇസ്രയേൽ കൊല ചെയ്തു. 762-ലധികം കായിക താരങ്ങളെയാണ് വംശഹത്യ ചെയ്തത് ഇസ്രയേൽ. 281-ലധികം കായിക കേന്ദ്രങ്ങളാണ് ആക്രമണങ്ങളിലൂടെ ഇസ്രയേൽ തകർത്ത് കളഞ്ഞത്. ഇത്രയും കായിക താരങ്ങളുടെ മരണത്തിൽ ഇതുവരെയും ഇസ്രയേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര കായിക കേന്ദ്രങ്ങൾ പോലും ഫലസ്തീൻ കായിക താരങ്ങളുടെ കൊലപാതകങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യം ഫിഫ ചെവി കൊണ്ടതേയില്ല. അന്തർദേശീയ കായിക സമിതികളെല്ലാം ഇസ്രയേലിന്റെ ഈ നരനായാട്ടിന് മൗനാനുവാദം നൽകുകയാണ്. ഇസ്രയേൽ എല്ലാ നിയമങ്ങൾക്കുമെതിരായി 7 പതിറ്റാണ്ടായി തുടരുന്ന സാമ്രാജ്യ സയനിസ്റ്റ് വാഴ്ച നിരുപാധികം തുടരുകയാണ്. കൊല്ലപ്പെട്ടത് കായിക താരങ്ങളാണെങ്കിലും അത് ഫലസ്തീനികളാണെങ്കിൽ അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഫലസ്തീൻ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് അസാദ് അൽ മജ്ദിലാവിയാണ്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ കൊടും ക്രൂരതയാണ് ഒരു രാജ്യത്തിനോട് ഇസ്രയേലിൻ്റെ കാബാലികർ, അതായത് രക്തരാക്ഷസെന്ന് വിളിക്കാൻ കഴിയുന്ന നെതന്യാഹു ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ആ മനുഷ്യനെതിരെ ഒരു നടപടിയെടുക്കാൻ ലോക രാജ്യങ്ങൾക്കോ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഈ ഫലസ്തീനിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ലോക രാജ്യങ്ങളുടെ ഒന്നിക്കൽ കൊണ്ട് ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും ഇല്ലായ്മ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ വെറും ഒരു മൗനാനുവാദം തന്നെയാണ് എന്ന്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ
ചുറ്റുപാടുമുള്ളത് മുഴുവനും അറബ് രാജ്യങ്ങളാണെങ്കിൽ ആ അറബ് രാജ്യങ്ങൾ അവരുടെ അതിർത്തിയുടെ കവാടമൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി ഗസയിലുള്ള ആളുകളുടെ ജീവിതം ഇപ്പോൾ ഉള്ള ആ ഒരു രീതിയിൽ നിന്ന് ഒന്നുകൂടി മെച്ചപ്പെടാൻ. പക്ഷേ അറബ് രാജ്യങ്ങൾ മുഴുവനും മൗനികളായിരിക്കുമ്പോൾ അവർ ഇസ്രയേലിനെതിരെ അവരുടെ സഹോദരങ്ങളാണ് ഈ കിടന്ന് അനുഭവിക്കുന്ന ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ. അവരുടെ വേദനകളും പ്രയാസങ്ങളിലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാത്തതിൻ്റെ കാരണം ഇസ്രയേലുമായിട്ടെങ്ങാനും ഒരു പിണക്കമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വിമർശനമുണ്ടായിക്കഴിഞ്ഞാൽ അത് യുദ്ധത്തിൽ കലാശിക്കുമോ, ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ്. എങ്കിൽ എന്താണ് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള യുദ്ധങ്ങളിലൂടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഷഹീദിൻ്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെങ്കിൽ ജീവനെ പേടികൊണ്ട് എത്രയോ അറബ് രാജ്യങ്ങളും മൗനികളായിട്ട് തുടരുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ജനതയോ അയാളുടെ സൈനികരോ അയാൾക്കൊരു വിഷയവുമില്ല. അതായത് അവർ മരിച്ചാലും അവർ ജീവിച്ചാലും അവർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അയാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫലസ്തീനിൻ്റെ ശേഷിക്കുന്ന ഏതാനും ഭാഗങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തുള്ള ഇസ്രയേലിലുള്ള അദ്ദേഹത്തിൻ്റെ പട്ടാള സൈനികരെ പോലും അദ്ദേഹത്തിന് അതിൽ നിന്ന് വിലക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ഇസ്രയേലിൻ്റെ ഹമാസിൻ്റെ കയ്യിൽ ഇസ്രയേലിൻ്റെ ബന്ദികളുണ്ട്, അവർ കൊല ചെയ്യപ്പെടുമെന്നുള്ള ഒരു വേദനയിൽ. പക്ഷേ നെതന്യാഹു എന്ന് പറയുന്ന നരാധമൻ പറഞ്ഞതെന്തെന്നറിയുമോ? എൻ്റെ ആശയത്തോട് എതിർക്കുന്ന പട്ടാള സൈനികരുണ്ടെങ്കിൽ അവർക്ക് രാജിവെച്ച് പുറത്തു പോകാമെന്നാണെങ്കിൽ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ രാജ്യത്തും തൻ്റെ ജനതയോടും ഒരു കൂറും ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളുടെ ഫലസ്തീനിൻ്റെ തകർച്ച മാത്രമാണ് അയാളുടെ ഉള്ളിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഏത് നെറികെട്ട കളിയും അയാൾ കളിക്കാൻ തയ്യാറാണ്. ഏത് നിയമങ്ങളെയും കാറ്റിൽ പറത്താനും അയാൾ തയ്യാറാണ്. ഇതൊക്കെ കണ്ടിട്ട് ലോക രാജ്യങ്ങളുടെ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കുകുത്തികളായിട്ട് നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലോക രാജ്യങ്ങളുണ്ട്, അവിടെ ചില നിയമങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. ആ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പേരിൽ തോന്നിയതുപോലെ തോന്നുന്നത് കാണിച്ചു കൂട്ടാൻ ഒരു മനുഷ്യനും ഒരു രാജ്യവും തയ്യാറാകുമ്പോൾ എന്ത് പ്രശസ്തിയാണ് ലോക രാജ്യത്തിലേക്ക്, ലോകത്തിൻ്റെ നിയമ സംവിധാനങ്ങളിലേക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്.